എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂട്ടാക്കാത്ത വൈദികർക്കെതിരെ കർശന നടപടിയുമായി സഭാ നേതൃത്വം വീണ്ടും രംഗത്ത്. നടപടി നേരിട്ട 4 വൈദികർക്കും കുമ്പസാര വിലക്കും ഏർപ്പെടുത്തി. പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൽപ്പന. ഏകീകൃത കുർബാന നടപ്പാക്കാൻ കൂട്ടാക്കാത്ത വൈദികർക്കെതിരെ നിലപാട് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കർശന നടപടിയുമായി സഭാ നേതൃത്വം വീണ്ടും രംഗത്ത് വന്നത്. ഇതിന്റെ ഭാഗമായി ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ പ്രസ്താവന ഇറക്കി. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസലിക്ക, തൃപ്പൂണിത്തറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്നാണ് നടപടിയെന്നും പ്രസ്താവനയിൽ പറയുന്നു. നടപടി നേരിട്ട 4 വൈദികർക്കും കുമ്പസാര വിലക്കും ഏർപ്പെടുത്തി. 4 വിമത വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കൽപ്പന. നടപടിയെടുത്ത വൈദികരുടെ മേൽ ആരംഭിച്ച നിയമ നടപടികൾ പുതിയതായി രൂപീകരിച്ച പ്രത്യേക ട്രൈബ്യൂണലിലേക്ക് റെഫർ ചെയ്തതായും അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററുടെ കുറിപ്പിൽ പറയുന്നു. അതേസമയം സഭാ നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ദിനത്തിൽ ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തിയിരുന്നു. സഭാ നേതൃത്വത്തിന്റെ നടപടി അംഗീകരിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരം. ജനം, കൊച്ചി.